നമസ്കാരം. രാജ്യത്ത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടക്കം കുറിച്ചിരിക്കുന്നു. ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരുന്നു. സെപ്റ്റംബർ 9-നാണ് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുക രാജ്യത്ത്. മാത്രമല്ല, ഈ ഓഗസ്റ്റ് മാസം 21-നാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. രാജ്യത്ത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒഴിവ് വന്നാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കണം എന്നാണ് വ്യവസ്ഥ. അതനുസരിച്ചിട്ടാണ് ജൂലൈ 21-നാണ് ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖർ രാജിവെക്കുന്നത്. അദ്ദേഹം ആരോഗ്യ കാരണങ്ങളാൽ ആണ് സ്ഥാനമൊഴിയുന്നത് എന്നാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത്. എങ്കിലും ഭരണകൂടവുമായിട്ടുള്ള അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ജഗ്ദീപ് ധൻഖറിന് ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 21-നാണ് അദ്ദേഹം രാജിവെക്കുന്നത്. ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരുന്നു. അതനുസരിച്ച് 2 ദിവസം മുമ്പാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതും ഇപ്പോൾ വിജ്ഞാപനം പുറത്തിറക്കിയതും. 2027 ഓഗസ്റ്റ് വരെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖറിന് കാലാവധി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇടയ്ക്ക് വെച്ചാണ് അല്ലെങ്കിൽ കാലാവധി പൂർത്തിയാക്കാതെയാണ് രാജിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഉപരാഷ്ട്രപതിക്ക് 5 വർഷവും സ്ഥാനത്ത് ഇരിക്കാൻ കഴിയും. ഇതൊരു ഉപതെരഞ്ഞെടുപ്പായി കണക്കാക്കേണ്ടതില്ല. പക്ഷേ ഒഴിവ് വന്നയുടൻ തന്നെ അടുത്ത ഉപരാഷ്ട്രപതിയെ തേടുന്നു. അടുത്ത ഉപരാഷ്ട്രപതിക്ക് ബാക്കിയുള്ള ടേമല്ല, മറിച്ച് അദ്ദേഹത്തിന് ഒരു പുതിയ ടേമാണ്, 5 വർഷത്തെ ടേമാണ് നമ്മുടെ ഭരണഘടന പ്രകാരം വിഭാവനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ പദവി വഹിക്കുന്നവർക്ക് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. മറ്റുള്ള അർഹതയുള്ള ആളുകളിൽ നിന്നാണ് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുക. NDAയും ഇന്ത്യ മുന്നണിയും ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പൊതു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നൊരു, അതായത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അഭികാമ്യമായ ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചെങ്കിലും BJPയിൽ നിന്നായിരിക്കും ഈ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി എന്ന് വ്യക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന NDA യോഗം പ്രധാനമന്ത്രിയെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനായി ചുമതലപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അർത്ഥം BJPയിൽ നിന്നുള്ള ഒരാൾ തന്നെയായിരിക്കും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ്. ആ സ്ഥാനാർത്ഥിയെ പ്രതിപക്ഷം പിന്തുണച്ചാൽ ഒരുപക്ഷെ മത്സരം ഒഴിവാകും. ഇല്ല എങ്കിൽ മത്സരം നടക്കുക തന്നെ ചെയ്യും. പക്ഷേ മത്സരം നടന്നാലും NDAക്ക് തന്നെയാണ് ഇക്കാര്യത്തിൽ മുൻതൂക്കമുള്ളത്. മറ്റൊരു ഇന്ത്യ മുന്നണി പോരാട്ടം ഉണ്ടാകുമെങ്കിലും NDAക്ക് അതിൽ വ്യക്തമായ മുൻതൂക്കമുണ്ട്. 543 അംഗങ്ങളാണ്, അതായത് പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങളും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളുമാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക. പക്ഷേ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭാംഗങ്ങളും രാജ്യസഭാംഗങ്ങളും ചേർന്നാണ്. ലോക്സഭയിൽ 541 അംഗങ്ങളിൽ ഒരു സീറ്റ് മാത്രമാണ് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നത്. 245 അംഗ രാജ്യസഭയിൽ 5 സീറ്റ് ഒഴിവുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തം ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യാൻ അർഹരായിട്ടുള്ളവർ 786 MP-മാരാണ്. 394 MP-മാരാണ് വിജയിക്കാൻ വേണ്ടത്, അല്ലെങ്കിൽ 394 വോട്ടുകൾ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് വിജയിക്കുന്ന ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ടതുണ്ട്. 293 അംഗങ്ങളുടെ പിൻബലം ഇപ്പോൾ തന്നെ NDAക്ക് ലോക്സഭയിൽ മാത്രമായിട്ടുണ്ട്. 129 അംഗങ്ങളുടെ പിന്തുണ രാജ്യസഭയിലുമുണ്ട്. ആകെ 422 അംഗങ്ങളുടെ പിന്തുണ. 394 വോട്ടുകൾ വേണമെങ്കിൽ 422 വോട്ടുകൾ ഇപ്പോൾ തന്നെ NDAയുടെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് തന്നെ NDA സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ വിജയിക്കുക എന്ന് ഉറപ്പായി കഴിഞ്ഞു. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം NDA യോഗം നടക്കുകയും ഐകകണ്ഠേന പ്രധാനമന്ത്രിയെ ഈ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനായി ചുമതലപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ NDA കക്ഷികൾ ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ NDA നിർത്തുന്ന സ്ഥാനാർത്ഥിയായിരിക്കും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വിജയം നേടുക. ഇനി ആ സ്ഥാനാർത്ഥി ആര് എന്ന് അറിയാൻ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും ഒരു മത്സരത്തിനായി ഇന്ത്യ മുന്നണിയും സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും പ്രതീക്ഷിക്കപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം.
ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.